എടാ മക്കളെ, അപ്പോൾ പരീക്ഷയ്ക്ക് വീണ്ടും ചോദ്യങ്ങൾ തരാൻ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ചോദ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട. കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഓണപരീക്ഷ ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ആൻഡ് മോഡൽ എക്സാം, ആൻഡ് ഫൈനലി നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ടല്ലേ. അപ്പോൾ മാർച്ച് മാസത്തിൽ ആ എക്സാമിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ കണ്ടോളൂ. ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യം ഇതാണ്. സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, അഥവാ ഈ പറഞ്ഞ ദത്തങ്ങളുടെ ശേഖരണം എന്ന് പറയുന്ന ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്നത്, എപ്പോഴും എന്ന് പറഞ്ഞാൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഫൈൻഡ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ ഏതാണ് പറഞ്ഞത് അല്ലേ. നമുക്കറിയാം പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ പ്രൈമറി ഡാറ്റ? അല്ലെങ്കിൽ എന്ത് പറയും? പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലേ. പ്രാഥമിക എന്താണ് പറഞ്ഞത്? പ്രാഥമിക ദത്തങ്ങൾ. ഈ പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കളക്ട് ചെയ്യുന്ന ഫ്രഷ് ആയിട്ടുള്ള ഡാറ്റകളാണ് അല്ലേ. അപ്പോൾ പ്രാഥമിക ദത്തങ്ങളെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു. എന്നാൽ ഫ്രഷ് അല്ലാത്ത ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സെക്കൻഡറി ഡാറ്റ എന്നാണ് പറയാറല്ലേ. സെക്കൻഡറിയുടെ മലയാളം എന്താണ്? അതും നിങ്ങൾ ഇതിനോടൊപ്പം പഠിച്ചിട്ടുണ്ടാവും. ദ്വിതീയ ദത്തങ്ങൾ. എന്താണ് പറയുന്നത്? ദ്വിതീയ ദത്തങ്ങൾ. ദ്വിതീയ ദത്തങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത് അല്ലേ. അപ്പോൾ നോക്കി നിങ്ങളുടെ സെക്കൻഡറി ഡാറ്റ, ഈ പറഞ്ഞ സെക്കൻഡറി ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്രൈമറി ഡാറ്റയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം നോക്കാം നമുക്ക് വേണം. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഒബ്ടൈൻഡ് ഫ്രം എക്സിസ്റ്റിംഗ് സോഴ്സസ്. കണ്ടല്ലോ, നിലവിലുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് നമുക്ക് കിട്ടണം. പുതുതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടൊന്നുമില്ല, ഓൾറെഡി അത് ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഡാറ്റക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളോട് ഒരു അസൈൻമെൻറ്റ് തന്നു. നിങ്ങളോട് പറഞ്ഞു സ്കൂളിലെ കുട്ടികളുടെ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ പഠന നിലവാരം വിലയിരുത്താൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? സ്കൂളിൽ നേരെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരുടെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ മാർക്ക് എടുക്കും, അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യും അല്ലേ. ഇനി അതേപോലെ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞ മാസം നിങ്ങളെ ക്ലാസ്സിൽ നടത്തിയ എക്സാമിൻ്റെ കുട്ടികളുടെ മാർക്ക് എടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വീണ്ടും ക്ലാസ് ടീച്ചറെ പോയി കണ്ടിട്ട് എന്ത് ചെയ്യും? നേരെ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യും. അങ്ങനെ നിലവിലുള്ള, അതൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഴ്സ് ആണല്ലേ, അങ്ങനെ നിലവിലുള്ള സോഴ്സിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞവരാണ് സെക്കൻഡറി ഡാറ്റ. ഈ പറയുന്ന നിലവിലുള്ള സോഴ്സ് അഥവാ എക്സിസ്റ്റിംഗ് സോഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? നിലവിലുള്ള സ്രോതസ്സുകൾ എന്ന് പറഞ്ഞല്ലോ. ഈ സ്രോതസ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഒന്നുകിൽ അത് പബ്ലിഷ് ചെയ്തതാവാം അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്തതാവാം. അതാണ് പറഞ്ഞത് പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ പറഞ്ഞാൽ പബ്ലിഷ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഗവൺമെൻറ് എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? ബജറ്റ് പുറത്തിറക്കാറുണ്ട് അല്ലേ. കേരള സർക്കാരും പുറത്തിറക്കാറുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ആയിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് പുറത്തിറക്കാറുണ്ട്. ഈ ബജറ്റ് പുറത്തിറക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ EPW എന്ന് പറയും, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പറയാറ് സാമ്പത്തിക സർവേ അല്ലേ, എക്കണോമിക് സർവേ നടത്താറുണ്ട്. എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യാറുണ്ട്. എക്കണോമിക് സർവേയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം എത്രയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന് വന്ന കടം എത്രയാണ്, രാജ്യത്തിൻ്റെ ചെലവുകൾ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. എന്ത് ചെയ്യും? കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അത് എല്ലാവർക്കും കിട്ടുമോ? പബ്ലിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടും. അതിൻ്റെ PDF ഉണ്ടാവും, അതിൻ്റെ ഹാർഡ് കോപ്പി കിട്ടും. നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ പോകണമെന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഹാർഡ് കോപ്പി കിട്ടും. അപ്പോൾ ഈ സാധനം പബ്ലിഷ് ചെയ്യും, ഉറപ്പല്ലേ? പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ അത് വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു? സെക്കൻഡറി ഡാറ്റ ഇൻ ഫോം ഓഫ് പബ്ലിഷ്ഡ് ഡാറ്റ. ഓക്കെ, പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് ഈ പറഞ്ഞത് അല്ലേ. ഇനി നേരെ മറിച്ച് അൺപബ്ലിഷ്ഡ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കറിയുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ് സമയത്തെ ആളുകൾ എത്ര പേര് മരണപ്പെട്ടാലും കൃത്യമായൊരു പഞ്ചായത്തിലെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് അതൊരു പുസ്തകമായിട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ടോ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും കാരണമാവല്ലേ, എന്ത് കാരണമാവും, പൊളിറ്റിക്കലാവാം, എക്കണോമിക്കലാവാം, സോഷ്യലാവാം, കൾച്ചറലാവാം, എന്ത് കാരണം കൊണ്ടാവാം പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് പബ്ലിഷ് ചെയ്യാത്ത ഡാറ്റ ആയിട്ട് മാറുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡാറ്റയിൽ നിന്നും കോപ്പി ചെയ്യാം. അപ്പോൾ പബ്ലിഷ് ചെയ്യാത്തതായിട്ടുള്ള സെക്കൻഡറി സോഴ്സ് ഡാറ്റകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്? ഇതിനെ വളരെ ഈസി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. എങ്ങനെയാണ്? ഇയർ ഓക്കെ, നേരത്തെ തന്നെ മുൻപാരോ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുൻപാരോ കളക്ട് ചെയ്ത് വെച്ചുള്ള ഡാറ്റയാണ് എന്ത് ഈ പറഞ്ഞ സെക്കൻഡറി ഡാറ്റ എന്ന് ഇപ്പം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മുൻപാരോ കണ്ടുവച്ചതിന് നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ലേ, Ctrl+C ആൻഡ് Ctrl+V അത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സോഴ്സാണ് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻസ്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞു എക്കണോമിക് സർവേ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഗവൺമെൻറ് പുറത്തുവിടുന്ന ബജറ്റ് എന്താണ്? ഗവൺമെൻറ് പബ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് പുറത്തുവിടുന്ന എല്ലാ പ്രസിദ്ധീകരണവും ഏതിൽ വരാം? ഈ പറഞ്ഞ സെക്കൻഡറി ഡാറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് വൺ നോക്കി, ഓഫീസ് റെക്കോർഡ്സ് ഇൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് എക്സെട്ര. എന്താ അത് പറയാൻ കാരണം? ഈ പറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ശരിക്കും എന്തിൻ്റെ കീഴിൽ വരുന്ന ത്രിതല പഞ്ചായത്തല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ത്രിതല പഞ്ചായത്ത്. ഈ ത്രിതല പഞ്ചായത്തിൽ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൽ. ഓക്കെ, ത്രിതല പഞ്ചായത്തും ഉണ്ട്, അതേപോലെ നഗരപാലിക ആക്റ്റും പഠിച്ചു.
പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതിലാണ് മുനിസിപ്പാലിറ്റി വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് സെപ്പറേറ്റ് ആണ്. നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മാത്രമല്ല അവരുടെ കീഴിൽ വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന നഗരസഭകൾ ഉണ്ടാവും, കോർപ്പറേഷനുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ പബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഓഫീസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ ഉണ്ടാകുന്ന ഓഫീസ് റെക്കോർഡുകൾ വരും. പിന്നെ അതുപോലെ മൂന്നാമതായിട്ട് ഇതിന് സർവേ റിപ്പോർട്ടുകൾ. എന്താണ് സർവേ റിപ്പോർട്ടുകൾ? ആര് നടത്തിയതാണ്? റിസർച്ച് ഓർഗനൈസേഷൻസ്. ഓക്കെ, പലതരത്തിലുള്ള റിസർച്ച് ഓർഗനൈസേഷൻ. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഉണ്ടാവില്ലേ, ഇന്ത്യയിൽ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില കോളേജുകൾ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ വരെ ഉണ്ടാവും. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഗവേഷണം നടത്തുന്ന വിഭാഗമല്ലേ. അപ്പോൾ ചരിത്ര പഠനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ചരിത്ര പഠന വകുപ്പുണ്ട്, അതുപോലെ സാമ്പത്തിക ശാസ്ത്ര പഠന വകുപ്പുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ സോഷ്യോളജി പഠന വകുപ്പ്, എല്ലാ പഠന വകുപ്പുകളും എന്ത് ചെയ്യാറുണ്ട്? റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അല്ലേ. അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകൾ, അവർ കണ്ടെത്തിയ സർവേ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞായിരിക്കും അവർ കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളും അനാലിസിസും എല്ലാം ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത ഡാറ്റകളായിരിക്കും ഈ പറഞ്ഞ സർവേ റിപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സർവേ റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി ഡാറ്റയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അടുത്ത് നോക്കി നിങ്ങളുടെ സർവേ റിപ്പോർട്ട്സ് ഇൻ ജേണൽസ്. എവിടെയാണ് ജേണലുകൾ? ജേണലുകൾ എന്ന് പറയുമ്പോൾ നമ്മളെന്താ സാധാരണ പറയാറില്ലേ, ഈ പറഞ്ഞ മാഗസിനുകൾ ഉണ്ടല്ലോ, പത്ര റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, ജേണലുകൾ. ഈ പറഞ്ഞ ജേണലുകൾ മാഗസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജേണലുകൾ അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആയിട്ടുള്ളതാവാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇപ്പോൾ ബാലരമയുടെ ഡൈജസ്റ്റ് എല്ലാവരും കണ്ടിട്ടില്ലേ? ബാലരമയുടെ ഡൈജസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ആ പറഞ്ഞ ബാലരമയുടെ ഡൈജസ്റ്റിൽ പറഞ്ഞ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാവും. എന്താണത്? അത് പബ്ലിഷ് ചെയ്താണ്, അതൊരു ജേണലായിട്ട് നമുക്ക് എടുക്കാം. അതെന്താണ്? ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഇറക്കുന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി അതേപോലെ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന ചില റിപ്പോർട്ട് ഉണ്ടാവും അല്ലേ. ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന എല്ലാ റിപ്പോർട്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ന്യൂസ് പേപ്പറിൽ വരുന്ന റിപ്പോർട്ടുകൾ മാറ്റം വരാറുണ്ടല്ലേ. ഒരേ കാര്യം പല ന്യൂസ് പേപ്പറുകളും പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് അവരുടെ കാര്യങ്ങളാണ്, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ന്യൂസ് പേപ്പറുകളിലും ജേണലുകളിലും വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി റിലയബിൾ വെബ്സൈറ്റ്സ്. ഓക്കെ, ഈ റിലയബിൾ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായ വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെ സൂചിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ വെബ്സൈറ്റും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെബ്സൈറ്റുകൾ ആർക്ക് ഈ കാലത്ത് ആർക്ക് വേണമെങ്കിൽ നിർമ്മിക്കുകയും ചെയ്യാം, അതിനെ നശിപ്പിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യേണ്ടത്, ഡാറ്റ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മാനിപ്പുലേഷൻ ഒന്നും അങ്ങനെ സംഭവിക്കാതെ റിലയബിൾ വെബ്സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഗവൺമെൻറ് വെബ്സൈറ്റുകൾ തന്നെയാണ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? gov.in. ഓക്കെ, gov.in എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് വെബ്സൈറ്റുകളാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ എല്ലാവരും പറയും വിക്കിപീഡിയ എന്ന് പറയല്ലേ. വിക്കിപീഡിയയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അതിലെ ഡാറ്റകൾ പൂർണ്ണമായിട്ടും അഥവാ 100% ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വിവരം ആഡ് ചെയ്ത് വെച്ചു, സത്യസന്ധമായ വിവരമായിരുന്നു, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? അത് മാറ്റുന്നു. അപ്പോൾ എന്താണ്? അടുത്തൊരാൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായ വിവരമാണ് കിട്ടുന്നത്. അപ്പോൾ തെറ്റായ വിവരങ്ങളല്ല, വിശ്വാസയോഗ്യമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ വിശ്വാസയോഗ്യമായ വെബ്സൈറ്റുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്ന് പറയുന്നതോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കുറേ കണ്ടന്റ് വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കളെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ എജുബോർഡിൻ്റെ +1 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് അടിക്കുകയും ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ല ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ ഷെയർ ചെയ്യാം. വീണ്ടും കാണുന്നതായിരിക്കും. 1 second, it's me, Sal Sabin, signing out from Edubot. Happy learning all. Bye.